അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CPTയിൽ ഒരു ചെറിയ ചാപ്റ്ററാണ്, ദാറ്റ് ഈസ് അനസ്തേഷ്യ. ഇതിൽ 00100 മുതൽ 01999 വരെയുള്ള കോഡ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനസ്തേഷ്യ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സർവീസസ് നമ്മുടെ ഫിസിഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ CRന് പ്രൊവൈഡ് ചെയ്യുന്നതോ കോഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ കോഡ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഈ കോഡ്സിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് കെയർ, ഇൻട്രാ ഓപ്പറേറ്റീവ് കെയർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അനസ്തേഷ്യ ഡ്യൂറിങ് ദി പ്രൊസീജിയർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫ്ലൂയിഡ്, ബ്ലഡ് ആൻഡ് യൂഷ്വൽ മോണിറ്ററിങ്, ദാറ്റ് മീൻസ് ലൈക്ക് ടെമ്പറേച്ചർ, BP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതൊക്കെ ഈ കോഡ്സിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് പ്രീ ഓപ്പറേറ്റീവ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുന്നേ അതിന് ചെറിയൊരു പ്രീ ഓപ്പറേറ്റീവ് സെക്ഷനുണ്ട്. അതുപോലെ തന്നെ ഇൻട്രാ ഓപ്പറേറ്റീവ് അനസ്തേഷ്യ ആ സർജറിയുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, പിന്നെ ഇപ്പോൾ അനസ്തേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് കയറ്റേണ്ടി വരിക അല്ലെങ്കിൽ ബ്ലഡ് കയറ്റേണ്ടി വരിക, അങ്ങനത്തെ കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻറ്റ് മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ലൈക്ക് ടെമ്പറേച്ചർ നോക്കുന്നതും BP നോക്കുന്നതൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കോഡ്സിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു CVA അല്ലെങ്കിൽ ആർട്ടീരിയൽ ഇൻസേർഷൻ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം. അതൊന്നും ഈ കോഡ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് അല്ല. കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ഉള്ളൂ. ഈ കാര്യങ്ങളൊന്നും ഈ കോഡ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അനസ്തേഷ്യ എന്താണെന്ന് നോക്കാം. അനസ്തേഷ്യ എന്താ മെയിൻലി സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് നമ്മുടെ എന്ത് ചെയ്യാണ്, സെൻസേഷൻ അല്ലെങ്കിൽ അവയർനെസ് എന്ത് ചെയ്യാണ്, ഒന്ന് ടെമ്പററി ആയിട്ട് നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുകയാണ് അല്ലെങ്കിൽ ലൂസ് ചെയ്യിപ്പിക്കുകയാണ്. ഈ ഒരു പ്രൊസീജിയറാണ് അനസ്തേഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു ഇതും അറിയുന്നില്ല, ലൈക്ക് പെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാതെ ഒരു കുറച്ച് നേരത്തേക്ക് നമ്മുടെ ബോഡിയുടെ ആ സെൻസേഷനും അവയർനെസ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, സപ്രസ് ചെയ്ത് വെക്കുകയാണ്. അതാണ് അനസ്തേഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരത്തേക്ക് നമ്മുടെ കോൺഷ്യസ്നെസ് മാറ്റുക, അല്ലെങ്കിൽ സെൻസേഷൻ കുറപ്പിക്കുക, അല്ലെങ്കിൽ മസിൽ റിലാക്സേഷൻ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനസ്തേഷ്യ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അനസ്തറ്റൈസ്ഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യൻറ്റ് നമ്മൾ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനസ്തേഷ്യ ഡ്രഗിൻ്റെ ഒരു എഫക്റ്റ് ആ പേഷ്യൻ്റ് കാണിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പേഷ്യൻ്റ് അനസ്തറ്റൈസ്ഡ് ആയെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അനസ്തറ്റൈസ്ഡ് ആയെന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ആർക്കൊക്കെ ഈ അനസ്തേഷ്യ ഒരു പേഷ്യൻറ്റിന് കൊടുക്കാമെന്ന് നോക്കാം. ലൈക്ക് അനസ്തറ്റോളജിസ്റ്റിന് കൊടുക്കാം, അല്ലെങ്കിൽ അനസ്തേഷ്യ അസിസ്റ്റൻറ്റിന് കൊടുക്കാം, അല്ലെങ്കിൽ ക്വാളിഫൈഡ് നോൺ ഫിസിഷ്യൻ ദാറ്റ് ഈസ് CRNA, സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സ് അനസ്തറ്റോളജിസ്റ്റ്, ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അനസ്തേഷ്യ ഒരു പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അനസ്തേഷ്യയിൽ വരുന്നത് മെയിൻലി നമുക്ക് 3 എണ്ണമേ ഉള്ളൂ: ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ ആൻഡ് ജനറൽ അനസ്തേഷ്യ. ഇനി ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്മോൾ പാർട്ടിലേക്ക് അനസ്തേഷ്യ കൊടുക്കുകയാണ്, ഒരു ഇഞ്ചക്ഷൻ വരെ ഒരു സ്മോൾ പാർട്ടിലേക്ക് കൊടുക്കുന്നതാണ് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ലൈക്ക് നമുക്ക് ബയോപ്സി എടുക്കാനായിട്ട്, ബ്രസ്റ്റ് ബയോപ്സി ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കുന്നതൊക്കെയാണ് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ദെൻ റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ബ്ലോക്ക് ഉണ്ട്, നെർവ് ബ്ലോക്ക് ഉണ്ട്, സ്പൈനലുണ്ട്, എപ്പിഡ്യൂറലുണ്ട്. ഓക്കെ, റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ ഒരു ലാർജ് ഏരിയയിലേക്ക് കൊടുക്കുന്നതാകാം. ഇപ്പോൾ നമുക്ക് അബ്ഡമനിൽ കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ ലെഗ്സിൽ കൊടുക്കുന്നതാകാം. ഇതൊക്കെ റീജിയണൽ അനസ്തേഷ്യ ആണ്. ഒരു വലിയ പാർട്ടിലേക്കാണ് നമ്മൾ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്നതായിരിക്കും നമുക്ക് അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഭയങ്കര ഒരു സ്ലീപ്പായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ഇട്ടിട്ടുണ്ടാകും, ഒരു എൻഡോട്രക്കിയൽ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് 3 ടൈപ്പ് ഓഫ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരെണ്ണമുണ്ട് MAC, ദാറ്റ് ഈസ് മോണിറ്റേർഡ് അനസ്തേഷ്യ കെയർ എന്ന് പറയുന്നത്. ഇതാണ് മെയിൻലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, മോഡറേറ്റ്ലി ആണ് നമ്മൾ സെഡേഷൻ കൊടുക്കുന്നത്. അത് പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ വോളിയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് പേഷ്യൻറ്റിന് ചെറിയൊരു അലേർട്ട് ഉണ്ടായിരിക്കും, പക്ഷേ പെയിനൊന്നും ഫീൽ ചെയ്യില്ല. ഒരു ഫുള്ളി സ്ലീപ്പ് അല്ലായിരിക്കും. അതുപോലെ തന്നെ ട്രക്കിയൽ ട്യൂബിൻ്റെ ആവശ്യമൊന്നുമില്ല, തന്നെ പുള്ളിക്ക് ഓക്സിജനൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് MACൽ സംഭവിക്കുന്നത്.
ലേക്ക് വരികയാണെങ്കിൽ അനസ്തീഷ്യ കോഡ്സിൽ മെയിൻലി വരുന്നത് സ്പൈനൽ അനസ്തീഷ്യ ഉണ്ട്, എപ്പിഡ്യൂറൽ അനസ്തീഷ്യ ഉണ്ട്, നെർവ് ബ്ലോക്ക് അനസ്തീഷ്യ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അനസ്തീഷ്യ കോഡ്സിലേക്ക് നോക്കുമ്പോൾ മെയിൻലി നമുക്ക് കാണുന്നത് അനാറ്റമിക്കൽ ലൊക്കേഷൻ ഉണ്ടാകും, ടൈപ്പ് ഓഫ് സർജറി ഉണ്ടാകും ആൻഡ് സർജിക്കൽ അപ്രോച്ചസ് ഉണ്ടാകും. ഇതൊക്കെയാണ് മെയിൻലി നമ്മുടെ അനസ്തീഷ്യ കോഡ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം റിപ്പോർട്ടിംഗ് ഫോർ അനസ്തേഷ്യ. അതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. എങ്ങനെയാണ് ഒരു അനസ്തേഷ്യ ടൈം റിപ്പോർട്ട് ചെയ്യുന്നത്? അതായത് ഒരു പേഷ്യന് അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓപ്പറേറ്റീവ് റൂമിലേക്ക്, അതായത് OTയിലേക്ക് കയറ്റി കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു ടൈം മുതൽ ആ പേഷ്യൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ പേഷ്യനെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൈമാറുക, ഇപ്പോൾ ICUയിലേക്ക് കൊടുക്കുക. ആ ഒരു ടൈം വരെയുള്ള ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അനസ്തേഷ്യ ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു പേഷ്യനെ നമ്മൾക്ക് സർജറിക്ക് കൊണ്ടുപോകണം. അപ്പോൾ സർജറിക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ അതിനെ OT കയറ്റി, അപ്പോൾ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുന്നേ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അത് മുതൽ OT കയറ്റി ആ പ്രിപ്പയർ ചെയ്യുന്ന ടൈം മുതൽ ആ പേഷ്യൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ആ പേഷ്യൻ്റ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. അപ്പോൾ ആ പേഷ്യൻ്റ് എന്ത് ചെയ്യുകയാണ്? ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിന് വേണ്ടി നമ്മൾ ആ പേഷ്യൻ്റ് എങ്ങോട്ട് റെഫർ ചെയ്യുകയാണ്? അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്യുകയാണ്, ലൈക്ക് ICUയിലേക്ക് റെഫർ ചെയ്യുകയാണ്. ആ അത്ര നേരത്തെ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അനസ്തേഷ്യ ടൈം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു സർവീസിനനുസരിച്ച്, ഇപ്പോൾ ടൈപ്പ് ഓഫ് സർവീസിനനുസരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ENM സർവീസസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ സർവീസസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഏത് ചാപ്റ്റർ നോക്കണം? മെഡിസിൻ ചാപ്റ്റർ നോക്കണം. ഓക്കെ, ഇനി നമുക്ക് ടൈം ഓഫ് അനസ്തേഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂണിറ്റ്സിലാണ്. ഒരു യൂണിറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ 15 മിനിറ്റ്സ് ആണ്. അതായത് 15 മിനിറ്റ്സ് ആണ് ഒരു അനസ്തേഷ്യ യൂണിറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അനസ്തേഷ്യ ചാർജ് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും ക്വസ്റ്റ്യനിൽ. അപ്പോൾ അനസ്തേഷ്യ ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ലൈൻ പ്രൊസീജിയർ യൂണിറ്റ് പ്ലസ് ഫിസിക്കൽ സ്റ്റേറ്റസ് മോഡിഫയർ യൂണിറ്റ് പ്ലസ് ക്വാളിഫയിങ് സർക്കംസ്റ്റൻസ് യൂണിറ്റ് പ്ലസ് അനസ്തേഷ്യ ടൈം യൂണിറ്റ്, ഇത് എല്ലാത്തിൻ്റെയും സമ്മ്, അതായത് ബേസ് ലൈൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റസിൻ്റെയും ക്വാളിഫയിങ് സർക്കംസ്റ്റൻസസിൻ്റെയും അനസ്തേഷ്യ ടൈം യൂണിറ്റിൻ്റെയും സമ്മ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു കൺവേർഷൻ വാല്യൂം കൂടി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ആ കൺവേർഷൻ വാല്യൂ വെച്ച് അതിനെ ഇൻറ്റ് ചെയ്യുക, അതായത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ അനസ്തേഷ്യ ചാർജ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അനസ്തേഷ്യ ചാർജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ബേസ് ലൈൻ പ്രൊസീജിയർ യൂണിറ്റും ഫിസിക്കൽ സ്റ്റേറ്റസ് മോഡിഫൈ യൂണിറ്റും ക്വാളിഫയിങ് സർക്കംസ്റ്റൻസ് യൂണിറ്റും അനസ്തേഷ്യ ടൈം യൂണിറ്റും കൂടിയും ഫുള്ളി സമ്മപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ കൺവേർഷൻ വാല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അനസ്തേഷ്യ ചാർജ് കിട്ടുന്നത്. ഇനി ചില ക്വസ്റ്റ്യനിൽ നമ്മുടെ അനസ്തേഷ്യ ടൈം യൂണിറ്റ് ഡയറക്റ്റ്ലി തരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അനസ്തേഷ്യ ടൈം യൂണിറ്റ് കാണാനായിട്ട് അനസ്തേഷ്യ ടൈം ഇൻ മിനിറ്റ്സ്, എത്ര മിനിറ്റ്സിലേക്കുള്ളതാണ് നമുക്ക് തന്നേക്കുന്നത്, അതേ ഡിവൈഡഡ് ബൈ 50 മിനിറ്റ്, 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ്, അതാണ്. അപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അനസ്തേഷ്യ ടൈം യൂണിറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അനസ്തേഷ്യ മോഡിഫയേഴ്സ് ആണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ A ആണ്. 2 ക്യാപിറ്റൽ A ഉണ്ട്, AA. അതിലെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത് അനസ്തെറ്റോളജിസ്റ്റ് ആണ്. അനസ്തെറ്റോളജിസ്റ്റ് മാത്രമാണ് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2A വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. AD, ഇപ്പോൾ അനസ്തെറ്റോളജിസ്റ്റ് മോർ ദാൻ 4 കൺകറൻറ്റ് അനസ്തേഷ്യ പ്രൊസീജിയേഴ്സ് ഡീൽ ചെയ്യുന്നു എങ്കിൽ നമുക്ക് ഏത് കൊടുക്കാം? AD കൊടുക്കാം. ഇനി QK, അതായത് 2, 3, 4 കൺകറൻറ്റ് പ്രൊസീജിയേഴ്സ് അനസ്തേഷ്യ പ്രൊസീജിയേഴ്സ് നോക്കുന്നത് ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഏത് കൊടുക്കണം? QK കൊടുക്കണം. ഓക്കെ, ദെൻ QX എന്ന് പറയുന്നത് CRNA സർവീസസ് ആയിരിക്കും വിത്ത് മെഡിക്കൽ ഡിറക്ഷൻ ബൈ അനസ്തെറ്റോളജിസ്റ്റ്. അതായത് QRNA സർവീസ് കൊടുക്കുന്നത് പക്ഷേ അനസ്തെറ്റോളജിസ്റ്റിൻ്റെ ഡയറക്ഷൻ വഴി ആയിരിക്കും. ദെൻ QY, അതായത് അനസ്തെറ്റോളജിസ്റ്റ് മെഡിക്കലി ഡയറക്ട്സ് 1 CRNA. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഏത് കൊടുക്കേണ്ടത്? QY കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ QZ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? CRNA മാത്രമായിരിക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ നമ്മുടെ അനസ്തെറ്റോളജിസ്റ്റ് പോലും ഉണ്ടാവില്ല. അപ്പോൾ CRNA മാത്രമാണ് നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഏത് കൊടുക്കുക? QZ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നത്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ
ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മോഡിഫയർ ക്ലാസ്സസിൽ. നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റസ് മോഡിഫയേഴ്സ് അത് P1 ദാറ്റ് ഈസ് നോർമൽ ഹെൽത്തി പേഷ്യൻ്റ് ആണെങ്കിൽ, P2 മൈൽഡ് സിസ്റ്റമിക് ഡിസീസ് ഉണ്ടെങ്കിൽ, P3 സിവിയർ സിസ്റ്റമിക് ഡിസീസസ് ആണ്, P4 കോൺസ്റ്റൻറ്റ് ത്രെറ്റ് ടു പേഷ്യൻ്റ് ലൈഫ് ഉണ്ട്, ദെൻ P5 നോട്ട് എക്സ്പെക്റ്റഡ് ടു സർവേ വിത്തൗട്ട് എ സർജറി, ദെൻ P6 ഡിക്ലെയർഡ് ബ്രെയിൻ ഡെത്ത് പേഷ്യൻസ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം, സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്നത് ഒരു ക്വാളിഫയിങ് സർക്കംസ്റ്റൻസ്. ക്വാളിഫയിങ് സർക്കംസ്റ്റൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കുറേ റിസ്ക് ഒക്കെ ഉണ്ടായിരിക്കും. ലൈക്ക് പേഷ്യൻ്റെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിനെയാണ് നമ്മൾ ക്വാളിഫയിങ് സർക്കംസ്റ്റൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മൊത്തം ഒരു ആഡ് ഓൺ കോഡായിരിക്കും. എന്നിട്ട് ഫസ്റ്റ് വൺ 99100 അതെന്താ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വയസ്സിന് താഴെയും എന്നാൽ 70 വയസ്സ് മേലെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ ഈ കോഡ് വേണം അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 99100. അതായത് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞിനും 70 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്കുമാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, 99100 കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി 99116 അതായത് ഇപ്പോൾ അനസ്തേഷ്യ കൊടുത്ത് കോംപ്ലിക്കേറ്റഡ് ബൈ ഹൈപ്പോതെർമിയ ആയി, അങ്ങനത്തെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ 99116 കൊടുക്കണം. ഇനി 99135 ആണെങ്കിൽ അനസ്തേഷ്യ കോംപ്ലിക്കേറ്റഡ് ബൈ കൺട്രോൾഡ് ഹൈപ്പോടെൻഷൻ കൺട്രോൾഡ് ആണ്, അങ്ങനെയുള്ള കേസിലാണെങ്കിൽ 99135 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി 99140 ഇനി എമർജൻസി കേസായിട്ട് മാറി, അതായത് അനസ്തേഷ്യ കോംപ്ലിക്കേറ്റഡ് ബൈ എൻ എമർജൻസി കേസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 99140. ഈ പറയുന്ന ഇതൊക്കെ, അതായത് ഈ ആഡ് ഓൺ കോഡ്സ് ഒക്കെ നമ്മൾ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ അകത്ത് ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് മറിച്ച് പോകുമ്പോഴേക്കും ടൈം ഒരുപാട് വേസ്റ്റ് ആകും. അപ്പോൾ അതിന് ഭേദം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റേറ്റസ് മോഡിഫയേഴ്സ് അങ്ങനെയുള്ള കേസൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ ടൈം നമുക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണമായിരിക്കും വളരെയധികം നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഏകദേശം ഫുൾ തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ മാക്സിമം നല്ലപോലെ പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.